നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ്. മ്യൂസിയത്തിൽ പ്രധാനമായും കഅബയുടെ പഴയ വാതിലുകൾ, അതുപോലെ ഹറമിൽ കഅബയിൽ ഉപയോഗിച്ച സാധനങ്ങൾ, സംസം കിണറിൻ്റെ ഒരാൾമറ, സംസം വെള്ളം മുക്കിയ ബക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് പഴയ കാലത്ത് ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഭംഗിക്ക് വേണ്ടി വെച്ച സാധനങ്ങളാണിത്. ഇപ്പോഴിതൊക്കെ മാറി, നമ്മളെ അവിടെ അങ്ങനെ പണ്ട് വെച്ചിരുന്നു. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. പഴയ ഹറമിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ അടുത്ത് ഖുർആൻ എഴുതിയ കല്ലുകളും ഭംഗിക്ക് വേണ്ടി വെച്ച സാധനങ്ങളൊക്കെയാണ്. ഇത് ഇബ്രാഹിം മക്കാമാണ്. ഇബ്രാഹിം മക്കാം എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിയുമ്പോൾ കയറി നിന്ന കല്ലാണല്ലോ. ആ കല്ല് ഇപ്പോൾ അവിടെയുള്ളത്. പക്ഷെ ആ കല്ലൊരു ഫ്രെയിമിലാക്കി ആ ഫ്രെയിം വെച്ചതാണ് ഇബ്രാഹിം മക്കാം. അപ്പോൾ ഇത് മാറ്റിയപ്പോൾ പുതിയത് കൊണ്ടുവന്നപ്പോൾ ഇതെന്ത് ചെയ്താണ്? മാറ്റിയതാണ്. പഴയതാണിത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറിയുന്ന കല്ലൊക്കെ എവിടെയപ്പോൾ ഉള്ളത്? അത് ഇബ്രാഹിം മക്കാമിൽ തന്നെയാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. കഅബയിൽ ഉപയോഗിച്ച ലൈറ്റുകൾ, അതുപോലെ അവിടെയുള്ള കല്ലിൻ്റെ തൂണുകളിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതും ഹറമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ളൊരു കവാടാണ്. പഴയ കവാടാണ്. പഴയ കവാടമാണ്. ഇനി ഇങ്ങോട്ട് വരും. ഇത് കഅബൻ്റെ ഉള്ളിലുള്ള ഒരു പെട്ടിയാണ്. ഈ പെട്ടി നേർച്ചപ്പെട്ടിയല്ല. ഈ പെട്ടി കഅബ കഴുകുന്ന പാത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടി. കഅബ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്, അതിപ്പോഴും ഉണ്ട്. പഴയ ഉപയോഗിച്ച പാത്രങ്ങൾ ഇവിടെ ഉണ്ട്. സംസം വെള്ളവും പനിനീരും ഉപയോഗിച്ചുകൊണ്ടാണ് കഴുകുക. കഴുകിക്കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ അതേപോലെ സൂക്ഷിച്ച് കഅബൻ്റെ ഉള്ളിലുള്ള പെട്ടിയിൽ വെക്കും. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ പെട്ടിയുണ്ട്. അപ്പോൾ ആ പഴയ പെട്ടിയാണ് ഈ പെട്ടി. ഈ പെട്ടിയിൽ വെച്ച പാത്രങ്ങൾ നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ കഅബയുടെ കില്ലുണ്ടല്ലോ, കില്ലയുടെ ഓരോ പീസുകളാണ് ഇവിടെയൊക്കെ കാണുന്നത്. പഴയ കാലത്തുള്ള കഅബയുടെ ഹജറുൽ അസ്വദിൻ്റെ ഒക്കെ ഒരു ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. നോക്കിയൊക്കെ പണ്ട് ഹജറുൽ അസ്വദിൻ്റെ കാണുന്നില്ലേ? കണ്ടോ? ഇനി ഇങ്ങോട്ട് വരും. അവിടെ തേക്കിൻ്റെ ഒരു തൂണുണ്ടായിരുന്നു. ആ തൂണിൻ്റെ മേൽഭാഗത്ത് ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ഇത് ഹിജ്റ 65-ലാണ്. 65-ലുള്ള തൂണിൻ്റെ ഒരു പീസാണ് ഈ കാണുന്നത്. ഇതും തേക്കിൻ്റെ ഒരു തൂണാണ്. ഹിജ്റ 65-ലുള്ളൊരു തൂണാണ്. ഇപ്പോൾ ഹിജ്റ 1447-ആണ്. അപ്പോൾ അതിൽ നിന്ന് 65 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്നറിയോ? അതാണ് ഈ കാണുന്നത്. ഇതും ഹിജ്റ 65-ൽ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുന്ന സ്ഥലത്ത് ഭംഗിക്ക് വേണ്ടി വെച്ച ഒരു പീസാണ്. ഇത് ഹജറുൽ അസ്വദ് ഇല്ലേ? ഹജറുൽ അസ്വദ് ഇന്നലെ നമ്മളെല്ലാവരും പോയി മുത്തിയ ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിൽ പോലീസ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ആ പോലീസ് ഇങ്ങനെ കൈകുത്തുന്ന സ്ഥലമാണ് ഒരു പെട്ടി. ഇപ്പം ഇങ്ങനെയല്ല ഉള്ളത്. ഇതാണ് ഹജറുൽ അസ്വദിൻ്റെ ഫ്രെയിം. ഈ ഫ്രെയിം അല്ലല്ലോ നമ്മൾ ഇന്നലെ മുത്തിയത്. ഇതിൻ്റെ ഉള്ളിലുള്ള കല്ലാണ് ഇന്നലെ നമ്മളെല്ലാവരും മുത്തിയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ആ കല്ല് സൂക്ഷിക്കുന്ന ഫ്രെയിമാണ്. പഴയ ഫ്രെയിമാണിത്. അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഫ്രെയിമാണിത്. തുറക്കാൻ ഉപയോഗിക്കുന്ന പഴയ താക്കോലാണ് ഈ കാണുന്നത്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കഅബ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. ഇത് സൂക്ഷിക്കുന്ന പെട്ടിയാണ് ഞാൻ നേരത്തെ കണ്ടത്. ഇതേപോലത്തെ ഒരു പെട്ടിയും കൂടെ നമുക്ക് കാണാം. ഈ പാത്രത്തിൽ സംസം വെള്ളവും പനിനീർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ഈ പാത്രത്തിൽ ഇതൊരു കിണ്ടി പോലത്തെ സാധനമില്ലേ, ഇതിലൊഴിച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ഒഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കഅബൻ്റെ ഉള്ളിൽ കഴുകുക. ഹജ്ജിൻ്റെ മുമ്പ് കഴുകലുണ്ട്, കഅബ കഴുകലുണ്ട്. ആ സമയത്ത് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്തുനിന്ന് കാണാം. എന്തായിരുന്നാലും കഅബ കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണിത്. വെള്ളിയായിരിക്കും. കഅബൻ്റെ ഉള്ളിൽ കയറണമെന്ന് വലിയൊരു പൂതിയുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ദ്വാരക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഹജറുൽ അസ്വദ് ഞാൻ സാധിപ്പിച്ചു തന്നല്ലോ. ഇത് എന്താണെന്നറിയോ? കഅബൻ്റെ കിസ്വ അതിങ്ങനെ താഴ്ത്തിയിടും. ഇപ്പോൾ അതിങ്ങനെ ഉയർത്തി കെട്ടിയിരിക്കുകയാണ്. അത് താഴ്ത്തിയിട്ടാൽ അതിങ്ങനെ പാറിപ്പോകാതിരിക്കാൻ വേണ്ടി കല്ലെന്ത് ചെയ്യും? ഒരു വെയിറ്റിന് വേണ്ടി തൂക്കിയിടുന്ന കല്ലാണിത്. അതേപോലെ തന്നെ ഇതോരോ മൂലയിൽ ആ കിസ്വൻ്റെ പീസ് ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന
ആ ഒരു സംഭവമാണിത്. ഇത് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ മുമ്പിൽ പണ്ട് എഴുതി വെച്ച അറബി ആയത്തുകളാണ്. മനസ്സിലായോ? ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാബൻ്റെ ഉള്ളിൽ പാത്രങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന പെട്ടിന്ന്, അതിനേക്കാൾ പഴയ പെട്ടിയാണിത്. അതിനേക്കാൾ പഴയ ഒരു പെട്ടിയാണ് ഈ പെട്ടി. ഇവിടെ കാബൻ്റെ തൂണിൽ, ഹറമിൻ്റെ തൂണിൽ കല്ലിൻ്റെ ഒരു പഴയ തൂണ്, കല്ലിൻ്റെ ഒരു പഴയ തൂണ് ഇവിടെ കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇത് കാബൻ്റെ വാതിലുമ്മൽ കാബൻ്റെ വാതിലുമ്മലേ ഉള്ള കിസ്വൻ്റെ പീസ്, പഴയ പീസാണിത്. എന്തായിരുന്നാലും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച മുസ്ഹഫിൻ്റെ ഒരു കോപ്പിയാണിത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച മുസ്ഹഫിൻ്റെ ഒരു കോപ്പിയാണ്. ഇതിന് ഹർക്കത്തും പുള്ളിയൊന്നുമില്ല. നമുക്കിതിലെന്ത് ചെയ്യാൻ പറ്റില്ല, ഓതാൻ കഴിയൂല. ഇതൊക്കെ കല്ലുമ്മലൊക്കെ എഴുതി വെച്ച ആയത്തുകൾ ഇങ്ങനെ കവാടത്തിലൊക്കെ. പിന്നെ പണ്ട് കാലത്ത് നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ അടിക്കണക്ക് വെച്ചുകൊണ്ടാണ് നോക്കുക. അറബിയിൽ റുബ് മുജയ്യബ് എന്നാണ് ഇതിന് പറയാം. അതായത് നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും, മൗലൂദ് താലിലും കാണാം മേടം മെടേവം രണ്ടിലും സമാനിയ, അത് കേട്ടില്ലേ? അത് വെച്ചുകൊണ്ട് ഇങ്ങനെ സൂര്യൻ്റെ ആ പ്രകാശം ഇത് നോക്കിയിട്ടാണ് നിസ്കാരത്തിൻ്റെ ടൈമുകളൊക്കെ തീരുമാനിച്ചിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവർക്കും വാച്ചുണ്ട്, ക്ലോക്കുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പം വാച്ച് ഉപയോഗിക്കുന്നില്ല, മൊബൈലിൽ തന്നെ സമയമുണ്ട്. പണ്ട് സമയം കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത്, എപ്പോഴാണ് ളുഹറാകുക, എപ്പോഴാണ് അസറാകുക, മഗ്രിബിൻ്റെ ടൈം എപ്പോഴാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത് വെച്ചുകൊണ്ട് നോക്കലാണ്. മനസ്സിലായോ? ഇത് ഹറമിൻ്റെ ഉള്ളിലുള്ള വലിയ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു പണ്ട്. ആ ക്ലോക്കാണ്. ഇതിങ്ങനെ ചാവി കൊടുക്കലാണ്. അടി കണ്ട ഒരു കിണ്ണ ആടുന്നേ അടിയിൽ നോക്ക്. ഇങ്ങനത്തെ ഒരു ക്ലോക്ക് കണ്ടീനോ ടീച്ചർ എവിടെങ്കിലും? ഇതിങ്ങനെ ചാവി കൊടുത്താൽ അതെന്ത് ചെയ്യും, ആഴ്ചക്ക് ചാവി കൊടുക്കണം. ആ ക്ലോക്കാണ് ഹറമിലുണ്ടായിരുന്ന ഒരു ക്ലോക്കാണ്. പഴയത് മാറ്റിയപ്പോൾ ഹറമിൽ വെച്ച ക്ലോക്ക് എന്ന രീതിയിൽ അതെന്ത് ചെയ്തു, അവർ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ആ ക്ലോക്ക് ചാവി കൊടുക്കലാണ്. ഇതിങ്ങനെ ചാവി കൊടുത്താൽ അതിങ്ങനെ ആടും. ആ ക്ലോക്കാണിത്. ഇത് ഹറമിൻ്റെ മിനാരത്തിൻ്റെ മുകളിൽ, പഴയ മിനാരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും മിനാരുണ്ട്, മിനാരത്തിൻ്റെ മേലെ ഇങ്ങനത്തതുണ്ട്. പക്ഷെ അതൊക്കെ പുതിയതാണ്. പഴയത് എന്ത് ചെയ്താണ്, ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. എഴുതിയിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? ഹിജ്റ 1299 ഇത് ഹറമിൽ ഉപയോഗിച്ച മൈക്കുകളാണ്. ഇമാം ഉപയോഗിക്കുന്ന മൈക്കില്ലേ, അവിടെ ഇമാമെല്ലാം ഉപയോഗിക്കുന്ന മുസല്ലകളാണിത്. ഉണ്ടോ? ഇത് മിനാരത്തിൻ്റെ മേലുള്ള ഇതും മിനാരത്തിൻ്റെ മേലുള്ളതാണ്. ഇത് മദീന പള്ളിയുടെ ഒരു ഡോറാണ്. മദീന പള്ളിയുടെ 1299. ഇത് മദീന പള്ളിയിലെ മദീന പള്ളിയുടെ ഒരു പഴയ വാതിലാണിത്. ഇത് പിന്നെ അവിടെ നിന്ന് വന്നാൽ ഇതും അവിടെ മിനാരത്തിൻ്റെ മേലെയുള്ളതാണ്. ഇത് പഴയ തൂണിൻ്റെ മേലെ ഭംഗിക്കുള്ളതാണ്. ഇതൊക്കെ കലം മഷി കൊണ്ട് ഖുർആൻ എഴുതൂലേ, അത് എഴുതുന്ന പാത്രങ്ങൾ, മഷി വയ്ക്കുന്ന പാത്രങ്ങൾ, അതൊക്കെയാണുള്ളത്. പിന്നെ ഇത് കഅബൻ്റെ വാതിലിന്മേലൊരു പട്ടി ഉണ്ടാവില്ലേ, പട്ടി എന്നല്ലേ ഇനി പറയാം, പട്ടി. അതിങ്ങനെ അടിക്കുമല്ലോ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി. ഒടാമ്പിലല്ല, ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി. ഇത് പഴയൊരു ക്ലോക്കാണ്. ഇനി നിങ്ങൾ കാണേണ്ടത്, ഇതിൻ്റെ ചുറ്റും അങ്ങ് നിന്നാൽ സംസം കിണറിൻ്റെ, പഴയ കിണറിൻ്റെ മേലെ ഒരു വട്ടുണ്ട്, ആൾമറ. ഈ ആൾമറയായിരുന്നു കിണറിൻ്റെ ഉണ്ടായിരുന്നത്. ഈ വട്ടേ കിണറുള്ളൂ സംസം കിണർ. സംസം കിണർ ഈ കാണുന്ന വട്ടം മാത്രമേ ഉള്ളൂ. സംസം കിണറേ ഈ കാണുന്ന വട്ടം മാത്രമേ ഉള്ളൂ. അതുമ്മലുണ്ടായിരുന്ന ആൾമറയാണ്. അന്ന് വെള്ളം മുക്കിയിരുന്ന കപ്പിയാണത്, ബക്കറ്റ്. അതുപോലെ ഒഴിച്ചു കൊടുത്ത ബക്കറ്റുകളൊക്കെ കാണാം. നിങ്ങളിങ്ങനെ ചുറ്റും ഒന്ന് നിന്നാൽ ചുറ്റും നിന്ന് എന്ത് ചെയ്യുക അങ്ങ് കാണാം. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് മദീന പള്ളിയിലെ മിമ്പർ,
ആ മിമ്പറിൽ കയറുന്നിടത്തൊരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നിട്ടാണ് ആ മിമ്പറിൽ കയറുക. അപ്പോൾ മദീന പള്ളിയുടെ മിമ്പറിൻ്റെ ഡോറാണിത്, പഴയ ഡോറ്. അതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. മനസ്സിലായോ? ഇതാണ് സംസം കിണറിൻ്റെ ഇത്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയേ, സംസം വെള്ളം മുക്കിയ ബക്കറ്റ്, അത് ഒഴിച്ചു കൊടുത്ത കിണ്ടി, പഴയ കിണ്ടി. പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് തോൽപാത്രത്തിൽ കൊണ്ടുപോകുന്ന വെള്ളം, നമ്മൾ പറയില്ലേ തോൽപാത്രത്തിൽ വെള്ളം കൊണ്ട്, ആ തോൽപാത്രമാണിത്. ഇത് സംസം വെള്ളം ഒഴിച്ചു കൊടുത്ത കിണ്ടി, ഇതത് മുക്കിയ ബക്കറ്റ്, ഇത് തോൽപാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, സംസം കിണർ ഇപ്പം വരുന്നവർക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ സംസം കിണർ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമുക്കെന്തുണ്ട്, ഇത് കണ്ടാലറിയാം. വലിയ ഒരു കിണറൊന്നുമല്ല, ഈ കാണുന്ന വട്ടേ കിണറിനുള്ളൂ. ആ കിണറുമ്പിൽ വെച്ച ആൾമറയാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മ്യൂസിയത്തിൽ വന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. ഹറമിൽ നിന്ന് പരിശുദ്ധ കഅബയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ വാതിലുകൾ, അതിൻ്റെ കിസ്വൻ്റെ പീസുകൾ എല്ലാം ഇപ്പോഴും മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹ് സാധിപ്പിക്കട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇവിടെ വന്ന് ഇതൊക്കെ കാണാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളെ മക്കളും പേരക്കുട്ടികളും ബന്ധപ്പെട്ടവരൊക്കെ ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ, ഇതൊക്കെ കാണാൻ വേണ്ടി. റഹ്മാനായ റബ്ബ് വളരെ പെട്ടെന്ന് തന്നെ അവർക്കും അതിനുള്ള അവസരം കൊടുക്കട്ടെ. ഞങ്ങളെ കൂടെ ഈ കാലമത്രയും ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും വന്ന ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനെ, അവരെയും ഞങ്ങളെ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ഒരുപാട് കാലം പരിശുദ്ധമായ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്രൂറുമായ രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.